യേശുപര നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ തന്നതേയുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കരുള ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കരുള പാത്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമഹോ പാത്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമഹോ വാനദൂതർഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് ഊനമന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് സുരലോകയാരുള്ളു ജീവനാഥ നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാരുള്ളു ജീവനാഥ നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ വന്ദനം യേശുപര
നിനക്കുന്നു വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കുന്നു വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൽ ആദരവാ. ഓ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൽ ആദരവാ. നാം പാടിയതുപോലെ ഇത്ര മഹത്വമുള്ള പദവിയെ ദൈവം നമുക്ക് നൽകി തന്നു. അവനെ സ്നേഹിപ്പാൻ, അവനെ ആരാധിപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് ദൈവം നമ്മെ തീർത്തു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാം. പ്രിയമുള്ളവരെ, ഈ പകലിൽ അതിന് നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യം ബലവും നൽകിത്തരട്ടെ, സാഹചര്യങ്ങൾ നൽകിത്തരട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഈ പകലിൽ നമുക്ക് ജീവിക്കാം. സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. നീ ഞങ്ങളുടെ സങ്കേതമാണ്. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഇത്ര മഹത്വമുള്ള പദവിയിലാക്കിയ നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറവുകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായ സ്തോത്രം, ദേശനിവാസികൾക്കായി, അയൽഭവനങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം എല്ലാവരെയും വിടുവിച്ച് കൺമണി പോലെ കാത്തു പരിപാലിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളിൽ, പ്രവർത്തന മേഖലകളിൽ, ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കാനിടയാക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യം ദൈവം കൊടുക്കണമേ. കർത്താവേ, ഇന്ന് പകലിൽ എല്ലാവരും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീത ദൈവദാസന്മാരുണ്ട്. കർത്താവേ, അവരെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദേശത്തും വിദേശത്തുമായ കർത്താവേ, നിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനേക ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി, ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അതിനെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കലുമായിരിക്കുന്നെങ്കിൽ കർത്താവേ, അവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യമൊക്കെ ദൈവർക്ക് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നല്ല ഭാവിക്ക് ഉടമയായി തീരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത നല്ല വിജയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഉപരിപഠനങ്ങൾക്കായി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. തൃക്കരത്തിൽ അവരെ വഹിക്കണമേ, പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ തലമുറകളെ ദൈവം വിടുവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കായ സ്തോത്രം. കർത്താവേ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എൻ്റെ സ്നേഹിതന്മാർക്കെല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങൾക്കായ സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം.
കർത്താവെ, ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം. കർത്താവെ, വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഓഫീസുകളിൽ ജോലിക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് യാത്രകളിൽ ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൃക്കരത്തിലേക്ക് പ്രഭാതത്തിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. കർത്താവെ, ഹല്ലേലൂയ, രോഗത്തിൻ്റെ കാഠിന്യതയിൽ കർത്താവെ ഭാരപ്പെട്ട് നിരാശയോടുകൂടി ആയിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ തൊട്ടാൽ സൗഖ്യമുണ്ട്, നിന്നെ തൊട്ടാൽ സൗഖ്യമുണ്ട്. നിൻ്റെ വചനം അയച്ച് കർത്താവെ ഈ പ്രഭാതത്തിൽ അവരെല്ലാം ദൈവം സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ ശക്തി അവരുടെ ശരീരത്തിൽ വ്യാപരിപ്പാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വാചകങ്ങൾ അവർ കേൾക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, അവരുടെ ശരീരത്തിൽ സൗഖ്യമുണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ നിൻ്റെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് ഏത് രോഗമായിരുന്നാലും അവരെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാനസിക മേഖലകളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. ഹാലിൽ നല്ല കർത്താവെ, ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്. നല്ല ജീവിത സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, നിരാശയോടുകൂടി ആയിരിക്കുന്നവർ, അങ്ങനെ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ ആശ്വാസവും വിടുതലും കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കൃപകളും നൽകണമേ. നിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാക്കണമേ. ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ കർത്താവെ, ഇത്ര മഹത്വമുള്ള പദവിയെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നൽകി തന്നതിനായ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പദവികളെ മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഈ പകലിൽ കൃപ തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഈ പ്രഭാതത്തിൽ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.